and again with the Bible study. ഞായറാഴ്ച വചന ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതുപോലെ ജോലിയുടെ തിരക്കുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ബൈബിൾ ക്ലാസ്സും. But anyway, I'm enjoying this grill and I think it's needed in life. ഏതൊക്കെയാലും ഈ തിരക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. And it helps me to spend more time reading the word. ദൈവവചനം വായിക്കുവാനും കൂടുതൽ സമയം എടുക്കാൻ സഹായിക്കുന്നു. And I know that you're all praying for me and I thank you for that. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അതിന് ഞാൻ നിങ്ങളോട് നന്ദിയും പറയുന്നു. So without wasting much time, let's quickly dwell on the word. നമ്മൾക്ക് സമയം കളയാതെ വചനത്തിലേക്ക് പോകാം. So where did we stop last time? Do you recollect where did we stop? Where did we stop? നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്നെന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമോ? 32, 32, 31, 31. Yeah, 31. Yeah, that's right. 31, correct ആണ്. So great, thanks. Sisters as the answer. And where we stopped exactly was Laban was chasing down Jacob, right? We recollect that. He was after something which is very precious to him. എവിടെയാണ് നമ്മൾ നിർത്തിയെന്ന് നമുക്കറിയാം. ലാബാൻ യാക്കോബിനെ തിരഞ്ഞു പോയി അവന് വിലപിടിച്ച ഒന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട്. And he immediately doesn't waste any time but starts to search for the thing that he values the most. അവൻ ഏറ്റവും കൂടുതൽ വില കൊടുത്തിരുന്ന വസ്തു തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അവൻ സമയം കളയാതെ തന്നെ തിരഞ്ഞു തുടങ്ങി. And he was first going into Jacob's tent, Leah's tent and Rachel's tent. അവൻ അത് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തിരിയുവാൻ വേണ്ടി യാക്കോബിന്റെയും ലേയയുടെയും അവസാനം റാഹേലിന്റെയും കൂടാരങ്ങളിൽ പോയി തിരഞ്ഞു എന്ന് നമ്മൾ കണ്ടു. In a way, Rachel deceived Laban because the teraphims or the idols were with her. അവൾ ആ ഗ്രഹവിഗ്രഹങ്ങളെ ഒളിപ്പിച്ചു വെച്ച് ലാബാനെ വഞ്ചിക്കുന്നതായിട്ടും നമ്മൾ കണ്ടു. Neither her husband Jacob knows about this. തന്റെ ഭർത്താവ് യാക്കോബിന് പോലും ആ വസ്തുതയെക്കുറിച്ച് അറിവില്ലായിരുന്നു. And we took a small diversion from that portion and we thought about a closure on Rachel and Leah, if you recollect. നമ്മൾ അതിനുശേഷം ലേയയുടെയും റാഹേലിന്റെയും ജീവിതത്തിന്റെയും അവരുടെ അവസാന കാലഘട്ടവും അവരുടെ മരണത്തെക്കുറിച്ചൊക്കെയും നമ്മൾ അത് കഴിഞ്ഞ് ചിന്തിച്ചു. Anyway, coming back to the subject, verse 35 of chapter 31 concludes the search. What happened after the search? എന്നാൽ 31-35 വാക്യത്തിൽ ആ തപ്പലിന്റെ ആ ഒരു സെർച്ചിന്റെ അവസാനം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So he searched but did not find the household idols. തന്റെ ഗ്രഹവിഗ്രഹങ്ങളെ കണ്ട് കിട്ടിയില്ല, അവൻ തപ്പി എന്നാൽ കിട്ടിയില്ല എന്ന് നമുക്ക് 35 വാക്യത്തിൽ കാണുന്നു. And let's read from verse 36 until 42. 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു, അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ കുറ്റം എന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എന്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എന്റെ തെറ്റെന്ത്? നീ എന്റെ സാധനങ്ങളൊക്കെയും ശോധന കഴിച്ചുവല്ലോ. നിന്റെ വീട്ടിലെ സാധനങ്ങൾ വല്ലതും കണ്ടുവോ? എന്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വെക്കുക. അവർ നമുക്ക് ഇരുവർക്കും മധ്യേ വിധിക്കട്ടെ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകോട്ടന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. So we see a conclusion of what Jacob's response to Laban's search. ലാബാന്റെ ആ ഒരു തപ്പലിൽ യാക്കോബ് ഒരു കൺക്ലൂഷൻ കൊണ്ടിരുന്ന ഒരു അവസാനം കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Paul, can you just check the slideshow? Can you put it? So it's a conclusion of what the search. The conclusion of the search is that the idols were not found, and what's the Jacob's reaction to that?
ഈ ലാബാന്റെ അന്വേഷണത്തിൽ എന്താ ഒന്നും കണ്ടുകിട്ടിയില്ല. അതിനെതിരെയുള്ള യാക്കോബിന്റെ പ്രതികരണവും നമ്മൾക്ക് ഇവിടെ കാണാൻ So സാധിക്കും. Jacob became angry. യാക്കോബ് വളരെ ദേഷ്യത്തിലാണ് This is സംസാരിക്കുന്നത്. the second time we see Jacob getting angry. രണ്ടാമത്തെ തവണയാണ് യാക്കോബ് കോപം ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. In chapter 30, we see Jacob getting angry against his own wife, Rachel. 30-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ തന്റെ ഭാര്യയായിരിക്കുന്ന റാഹേലിനോട് ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവിനെ കാണുന്നു. And then because he's angry because he's kind of accused for no reason. അത് അവനെ വെറുതെ അക്യൂസ് ചെയ്തതും കൊണ്ടാണ് അവിടെ ദേഷ്യപ്പെടുന്നതായിട്ട് കാണുന്നത്. And then he comes with 3 questions. അവിടെ 3 ചോദ്യങ്ങളാണ് യാക്കോബ് കൊണ്ടുവരുന്നത്. What is my transgression? എന്റെ കുറ്റം എന്ത്? What is my sin? എന്റെ തെറ്റെന്ത്? What have you found? എന്താണ് നീ കണ്ടുകിട്ടിയത്? It is a rhetorical question. ഇത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യമാണ്. And it has got an answer whether it's a yes or no. It's a plain answer. ഇവിടെ ഒരു സാധാരണ ഒരു ഉത്തരം പറയാനേ സാധിക്കും. So Jacob is asking this rhetorical question, knowing the answer, and the answer is going to be no, no, no for all the 3 questions that he is posing against Laban. പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം നോയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യാക്കോബ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. And then that proves the fact that he is innocent. കാരണം അവൻ നിരപരാധിയാണ്. ആയിട്ടുള്ള മൃഗങ്ങൾ കടിച്ചു തിന്നുന്നതിന്റെ ഒക്കെയും വില യാക്കോബ് കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. Neither the heat of the day, he didn't mind. The frost by night, he was tending to those folks. പ്രഭാതത്തിലെ ചൂടും രാത്രിയിലത്തെ തണുപ്പും എല്ലാം അനുഭവിച്ചാണ് യാക്കോബ് കഷ്ടപ്പെട്ടത് എന്നും ഇവിടെ കാണുന്നു. He had sleepless nights all through these years. ആ വർഷങ്ങളിൽ താന് നല്ലപോലെ ഉറങ്ങാൻ പോലും സാധിച്ചില്ല എന്നും യാക്കോബ് പറയുന്നു. And above all this, Laban changed his wages 10 times. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് 10 പ്രാവശ്യം എന്റെ പ്രതിഫലം മാറ്റി എന്നും യാക്കോബ് So പറയുന്നു. he's just bursting out to Laban. എല്ലാം കൂടി നിറഞ്ഞിട്ട് തന്നോട് ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Essentially what he's trying to say is, എന്താണ് ഇവിടെ കറക്റ്റ് പറയാൻ നോക്കുന്നത് എന്ന് the വെച്ചാൽ, best of his years, his 20 years, he served Laban. തന്റെ ഏറ്റവും നല്ല 20 വർഷം ലാബാന് വേണ്ടി താൻ വേല ചെയ്യുകയായിരുന്നു. And then he comes to verse 42. എന്നിട്ട് 42-ാം വാക്യത്തിൽ പറയുകയാണ്. Let's read that again. അതൊന്നുകൂടെ വായിക്കാം. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയിലും എന്റെ കൈയുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. Yeah. So he's saying that whatever I have today, whatever that is in my hands, whatever that you see today is not what you rendered or what you gave unto me, but it was given by my God of my father.
ഇപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഇപ്പൊ എന്റെ കയ്യിലുള്ള ആടും എല്ലാം അത് നീ എനിക്ക് തന്നതല്ല, എന്റെ ദൈവം എനിക്ക് നൽകി തന്നതാണ് എന്ന് യാക്കോബ് പറയും. Here you see the term, the fear of Isaac, നമ്മൾ ഇവിടെ ഒരു വാക്ക് കാണുന്നു, ഇസഹാക്കിന്റെ ഭയം, which will be used again later. ഇതിന് ശേഷവും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണും. Interpretation of that is the God whom Isaac feared. ഇതിന്റെ അർത്ഥം പറയുന്നത് ഇസഹാക്ക് ഭയപ്പെട്ടിരുന്ന ഒരു ദൈവം. So he's saying essentially that had I told you that I'm leaving, had I been honest unto you that I need to move, I definitely know that you would have sent me empty-handed. So what essentially Jacob is trying to say is that had I told you honestly that I'm going to leave this place, you would have left me empty-handed. ഞാൻ നിന്നോട് നേരത്തെ പോകുവാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ വെറും കൈയോടെ വിട്ടേനെ എന്നാണ് യാക്കോബ് പറയുന്നത്. None of this hard or the tough labor that I've done, you see anything being accounted for. ഞാൻ ഇവിടെ ചെയ്ത കഷ്ടപ്പാടുകൾക്കൊക്കെയും വിലയില്ലാതെ പോയേനെ എന്ന് പറയുന്നു. But since you have looked onto that in that manner, my God has judged me rightly last night. എന്നാൽ നീ എന്നെ വെറുതെ വിട്ടേനെ, പക്ഷെ എന്റെ കർത്താവായ ദൈവം എന്നോട് ന്യായം വിധിച്ചതും കൊണ്ട് എനിക്കിപ്പോൾ ഉള്ളതെല്ലാം ഉണ്ട്. Because we knew that in the last class we saw that Laban was after Jacob and he had an intention to harm Jacob. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, ലാബാൻ യാക്കോബിന്റെ പുറകെ പോയി തന്നെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. And we know that Jacob also knew this. That's why in verse 31 we see that because I was afraid, I thought you would take your daughters and from me by force. അതാണ് നമ്മൾക്ക് യാക്കോബിനും അറിയാം താൻ ഭയപ്പെട്ടിരുന്നു എന്ന്. അതാണ് 31-ാം വാക്യത്തിൽ കാണുന്നത്, നീ എന്നെ ഉപദ്രവിച്ച് നിന്നെ ഞാൻ ഭയപ്പെട്ടിരുന്നു, എന്റെ ഭാര്യയും എന്റെ മക്കളെയും നീ അപഹരിക്കുമെന്നോർത്ത്. Yeah, and then comes Laban's reply. He's not a guy who's going to give up so easily. ലാബാനും വെറുതെ വിട്ടുകളയുന്ന ഒരു വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. ലാബാന്റെ മറുപടി നമ്മൾ കാണുന്നു. Okay, let's see. Let's read verse 33. 33-ാം വാക്യം വായിക്കാം. 43-ാമത്തെ വാക്യം. 43 വായിക്കാം. ലാബാൻ യാക്കോബിനോട്, പുത്രിമാർ എന്റെ പുത്രിമാർ, മക്കൾ എന്റെ മക്കൾ, ആട്ടിൻകൂട്ടം എന്റെ ആട്ടിൻകൂട്ടം, നീ കാണുന്നതൊക്കെയും എനിക്കുള്ളത് തന്നെ. ഈ എന്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇന്ന് എന്തു ചെയ്യും? Yeah, we see here he's claiming whatever Jacob's hand, whatever the possession that he has in his hand is his. ലാബാൻ അവകാശപ്പെടുന്നത് എന്തൊക്കെയാണോ യാക്കോബിന്റെ കയ്യിലുള്ളത് അതെല്ലാം ലാബാന്റെ ആണ് എന്ന്. He's saying, my daughters, ലാബാൻ പറയുകയാണ്, എന്റെ മക്കൾ, my children, എന്റെ കുട്ടികൾ, my folks, എന്റെ ആട്ടിൻകൂട്ടം, my property, my all. എന്റെ വസ്തുക്കളെല്ലാം, എന്റെ എല്ലാം. While I was, we were meditating on the previous portion, I was, encouraging you to take note of one of the verse there, verse 17 and verse 18. 17-18 വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് അതൊന്ന് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So there Jacob arose and put his children. അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് ഭാര്യയും പുത്രിമാരെയും ഒട്ടകപ്പുറത്ത് കയറി. അവന്റെ ഭാര്യയും അവന്റെ his children, his wives, his livestock, his property. അവന്റെ ഭാര്യമാര്, അവന്റെ കുട്ടികൾ, അവന്റെ കന്നുകാലികൾ, അവന്റെ സമ്പത്തൊക്കെയും ഒട്ടകപ്പുറത്ത് കയറ്റി. But now you see here Laban is coming and kind of claiming that, hey, it's not all yours, it's all mine, my daughters, my children, my folks, my property. അവിടെ യാക്കോബ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ലാബാൻ പറയുകയാണ്, അവകാശപ്പെടുകയാണ്, അതെല്ലാം എന്റെയാണ്, എന്റെ മക്കൾ, എന്റെ പെൺമക്കൾ, എന്റെ ആട്ടിൻകൂട്ടം, എന്റെ വസ്തുക്കളെല്ലാം എന്ന്. And from there he shifts into initiating something in verse 44. 45-ാം വാക്യത്തിൽ അതിന്റെയൊക്കെ കാരണം പറയുന്നുണ്ട്. 44. ആകയാൽ വരിക, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക, അത് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. When I was reading this, it was a bit strange to me because Laban is trying hard to prove fact that everything is mine. ഇവിടെ നമുക്ക് വളരെ വ്യത്യസ്തമായി തോന്നും, കാരണം ലാബാൻ പറയുകയാണ് എല്ലാം എന്റെയാണ് എന്ന്. But then he proposes something out of the blue, saying that, come on, let's make a covenant. എന്നിട്ട് പറയുകയാണ്, വരിക നമ്മൾക്കൊരു ഉടമ്പടി ചെയ്യാമെന്ന്. Between you and me. നമ്മൾ തമ്മിൽ. A witness between you and me.
എനിക്കും നിനക്കും മധ്യേ ഒരു സാക്ഷിയായിട്ട്. So there will be a watch between you and me. നമ്മളുടെ മുൻപിൽ നോക്കുവാനായിട്ട് ഒരു ഉടമ്പടി എന്നുള്ള നിലയിൽ നിർത്തുവാൻ. So the proposal is from Laban. ആ ഒരു ഉടമ്പടിയുടെ ആദ്യ പടി എടുത്തത് ലാബാനാണ്. And then we see Jacob actioning there. Then Jacob took a stone and set it up as a pillar. എന്നാൽ 45-ാം വാക്യത്തിൽ കാണുന്നത്, അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. And then again we see in verse 46, he's ordering his kinsmen to gather stones. എന്നിട്ട് അവന്റെ സഹോദരങ്ങളോട് കല്ല് കൂട്ടി കൂമ്പാരമാക്കുവാൻ ആവശ്യപ്പെടുന്നു. So if you see here, the need for the covenant more looks like, it's the need is for the Laban rather than for Jacob. യാക്കോബിനേക്കാളും ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ ആവശ്യം ലാബാനാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. We will get more clarity when we read the later portions. അടുത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. So let's read again from verse 43 until 52. 43 മുതൽ 47 മുതൽ 52 വരെ. 47 മുതൽ 52. ലാബാൻ അതിന് യഗർ സഹദൂത സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ കാവൽ മാടം എന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ. നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രന്മാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോട് കൂടെ ആരുമില്ല. നോക്കുക, ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്നവൻ പറഞ്ഞു. ലാബാൻ പിന്നെയും യാക്കോബിനോട്, ഇതാ ഈ കൂമ്പാരം, ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂൺ. So here it gets more clearer to us that Laban is proposing a covenant with Jacob. ഇവിടെ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കും, ലാബാൻ യാക്കോബിന് ഒരു ഉടമ്പടിയെ കൊടുക്കുകയാണ്. And the definition of that covenant is spelled out by Laban himself. എന്നിട്ട് ആ ഉടമ്പടി എന്താണെന്ന് ലാബാൻ തന്നെ വാഗോണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. What I understand, or probably when we read the context we understand, is Laban for sure understood that the God of Abraham, the God of Isaac is with Jacob. എന്നാൽ ഇത് വായിക്കുമ്പോൾ ലാബാന് മനസ്സിലായത് യാക്കോബിന്റെ ദൈവം എന്നുള്ളത് തന്റെ പിതാവായിരിക്കുന്ന അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും അതേ ദൈവമാണ് എന്ന്. And he was kind of convinced it is this God who is dealing with Jacob. അതേ ദൈവം തന്നെയാണ് യാക്കോബിന്റെ ദൈവവും എന്ന് ഇവിടെ മനസ്സിലാക്കാൻ. It is the same God who came in a dream for Laban and said that do not do harm to Jacob. ആ ദൈവം തന്നെയാണ് ലാബാന് സ്വപ്നത്തിൽ വന്ന് യാക്കോബിനെ ഗുണമെങ്കിലും ദോഷമെങ്കിലും ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവം. Now by doing this covenant, what essentially Laban is trying to do is, ഇവിടെ ലാബാൻ ഈ ഉടമ്പടിയോടെ എന്താണ് ചെയ്യുവാൻ വെച്ചത് എന്ന് വെച്ചാൽ, not to trouble Laban anymore. Jacob not to trouble Laban anymore. യാക്കോബ് ഇനി ഒരിക്കലും തന്നെ ലാബാനെ ഉപദ്രവിക്കരുത്, ദോഷം ചെയ്യരുത് എന്ന് വെച്ചിട്ടാണ്. Because he lost what he claims to be his possessions. എന്താണ് തന്റെ എന്ന് താൻ വിചാരിച്ചിരുന്നതെല്ലാം ഇപ്പോൾ നഷ്ടമായി. And so he thinks that by this covenant there will be a separation that would be held between Laban and Jacob, and no more Jacob would come to Laban and take whatever is left out, or again take a possession of what Laban has. എന്നാൽ ലാബാന്റെയും യാക്കോബിന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു ഉടമ്പടി വെച്ചാൽ ഇനി തനിക്കുള്ള മിച്ചമുള്ള ആ ഒരു വസ്തുക്കളിൽ നിന്നൊന്നും യാക്കോബ് കടന്നു വന്ന് എടുക്കത്തില്ല എന്ന് ഓർത്തുകൊണ്ടും കൂടെ ആവാം ലാബാൻ ഈ ഒരു ഉടമ്പടി വെച്ചത്. So as a witness they are putting up a pillar, they are gathering the stones as a heap around it. ഇവിടെ ആ ഒരു ഉടമ്പടിക്ക് വേണ്ടി അവിടെ ഒരു തൂണ് നിർത്തുകയും കല്ലുകൾ കൂട്ടി കൂമ്പാരമാക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. And then Laban calls it Jagarsa Hadutha. ജെക്കപ്ത ഹലൂസ എന്ന് ലാബാൻ അതിന് പേരിടുന്നതും കാണുന്നു. But then Jacob called it as Galid or Mizpah. എന്നാൽ യാക്കോബ് അതിനെ വിളിക്കുന്നത് ഗലീദ് അല്ലെങ്കിൽ മിസ്പ എന്നാണ്. May the Lord watch over you and me when we are absent from one another. നമ്മൾ തമ്മിൽ അകന്നിരിക്കുമ്പോൾ ദൈവം യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. He goes on to say that this is a heap, this is a witness between you and me.
ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷിയായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. So in verse 52 is what I was saying, which get materializes. എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്ന 52-ാം വാക്യത്തിലാണ് ഇതിനെ ക്ലിയർ ആയിട്ട് കാണാൻ This is സാധിക്കുന്നത്. essentially what I was saying. I will not pass by this heap to you for harm. ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതിരിക്കുന്നു. You will not pass by this heap and this pillar to me for harm. ഈ തൂണും ആ കൂമ്പാരവും കടന്ന് നീ എന്റെ അടുത്ത് വരാതെയും ഇരിക്കുക. So he's trying to protect himself. അവനെ തന്നെ യാക്കോബിൽ നിന്ന് രക്ഷിക്കുവാനാണ് ലാബാൻ ഇങ്ങനെ ഒരു He is trying to protect himself from Jacob. He understood that he is now more powerful than Laban himself. ഇവിടെ യാക്കോബ് തന്നെക്കാളും ശക്തനാണ് എന്ന് ലാബാന് മനസ്സിലായി. ലാബാൻ അവിടെ ഒരു അകൽച്ച വെക്കുന്നതാണ് ഈ ഉടമ്പടി. Okay, with this, let's read 53 until 55. 53 മുതൽ ഉള്ള 55 വരെയുള്ള വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കാവോ? അബ്രഹാമിന്റെ ദൈവവും നാഹോറിന്റെ ദൈവവും അവരുടെ പിതാവിന്റെ ദൈവമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗം അർപ്പിച്ചു. ഭക്ഷണം കഴിക്കുവാൻ തന്റെ സഹോദരന്മാരെ വിളിച്ചു. അവർ ഭക്ഷണം കഴിച്ചു, പർവ്വതത്തിൽ രാപ്പാർത്തു. ലാബാൻ അതികാലത്ത് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. We see here he is calling upon God of Abraham, God of Nahor, and God of their father to judge between us. ഇവിടെ പറയുന്നത് നമുക്ക് കാണുന്നുണ്ട്, അബ്രഹാമിന്റെ ദൈവവും നാഹോറിന്റെ ദൈവവും അതുപോലെ നമ്മളുടെ പിതാക്കന്മാരുടെ ദൈവവും നമ്മളുടെ ഇടയിൽ ന്യായം വിധിക്കട്ടെ എന്ന്. When we look into the root of this, they say that there is a word they is being used, THEY, which is a polytheism, like multiple gods. ഇവിടെ THY ദൈ എന്നുള്ള ഒരു വേർഡാണ് ഉപയോഗിക്കുന്നത്. പലര് എന്നുള്ള നിലയിലാണ് കാണുന്നത്. So it is so that explains that he was after the household idols. അവിടെ താൻ ലാബാന്റെ ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഗ്രഹവിഗ്രഹങ്ങൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒന്നിലധികമുണ്ട്. Which means he believed in the God of Abraham. He also has a belief on his household idols. എന്നാൽ തനിക്ക് അബ്രഹാമിന്റെ ദൈവത്തിലും വിശ്വാസമുണ്ട്, അതുപോലെ തന്റെ ഗ്രഹവിഗ്രഹങ്ങളിലും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. Earlier verses we see that he divined and understood that the God is with Jacob. He divined. The interpretation of that is again, talking to the spirit or talking to some supernatural beings. എന്തോ അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള എന്തിനോടോ സംസാരിച്ചിട്ട് അവന് മനസ്സിലാകുന്നത് 27, verse 27 of 30 we see that word, I have divined. 30:27 നമ്മൾ കാണുന്നത്, ലാബാൻ അവനോട് നിനക്കും എന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുതേ. അതല്ലല്ലോ 30:27. But Laban said to him, if now it pleases you, stay with me. I have divined that the Lord has blessed me on your account. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറയുന്നു. ബോധ്യമായി. In English it is divine, which means he understood that God is with him because he had some kind of divination, which is kind of talking to some spirit or to some supernatural being. Okay, ഇവിടെ ബോധ്യപ്പെട്ടു എന്ന വാക്ക് കാണുന്നത് അവിടെ ഡിവൈൻ എന്നുള്ള നിലയിലാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. കാരണം താൻ എന്തോ അമാനുഷിക ശക്തിയുള്ള ഒരു ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് അത് തനിക്ക് ബോധ്യമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Essentially what Laban is trying to do is that എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നു പറയൂലേ. In Hindus they say എല്ലാ ദൈവങ്ങളെയും വിളിച്ചപേക്ഷിച്ചു. It's like that he is doing. He is calling the God of Abraham, the God of Nahor, the God of their father, whoever the God is, and saying, you will not harm me. This is the covenant witness between you and me. ഇവിടെ ലാബാൻ പറയുന്നത് എല്ലാ ദൈവങ്ങളെയും വിളിക്കുകയാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവവും, നാഹോറിന്റെ ദൈവവും, അങ്ങനെ തനിക്കറിയാവുന്ന ദൈവങ്ങളെ ഒക്കെ വിളിച്ചിട്ട് എന്നെ ഉപദ്രവിക്കരുത്, നമ്മൾ തമ്മിൽ ഒരു മാറ്റം വേണം എന്ന് പറയുന്നു. But we see Jacob there. Jacob swore by the fear of his father Isaac. എന്നാൽ യാക്കോബ് ഇവിടെ പറയുന്നത് തന്റെ പിതാവായി ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. whom Isaac feared. ഇസഹാക്ക് ഭയപ്പെട്ടിരുന്ന ഒരു ദൈവം. In that God's name he swore.
ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. And then what happens? അതിനുശേഷം എന്താണ് സംഭവിച്ചത്? Jacob calls his kinsmen. യാക്കോബ് തന്റെ സഹോദരങ്ങളെ വിളിച്ചു. They ate a meal, അവര് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. spent the night. അവിടെ രാത്രി കഴിച്ചു. Early morning, Laban is leaving. പ്രഭാതത്തിൽ തന്നെ ലാബാൻ തിരികെ പോകുന്നതായിട്ട് നമുക്ക് He arose, kissed his sons and his daughters and blessed them. ലാബാൻ രാവിലെ എഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണും. Then Laban departed and returned to his place. എന്നിട്ട് തന്റെ സ്വദേശത്തേക്ക് തിരികെ പോകുന്നത് So കാണും. Laban came, ലാബാൻ വന്നു. he chased, അവൻ അവരെ അന്വേഷിച്ചു പോയി. he is leaving empty handed. അവൻ വെറും കൈയോടെ തിരികെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. We see Jacob who came to the land of Haran. യാക്കോബ് ഹാരാനിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. And then when he returns, he is coming with possessions. എന്നാൽ താൻ തിരികെ വരുമ്പോൾ ഒരു വലിയ സമ്പത്തോടു കൂടിയാണ് വരുന്നത്. It is his daughters, his wives, his property, which the Lord has given to him. അത് അവന്റെ ഭാര്യമാരും അവന്റെ കുട്ടികളും അവന്റെ കൂട്ടങ്ങളുമായിട്ടാണ് അത് ദൈവം നൽകിയതുമാണ്. In verse 54, we see ate the meal. 24-ാമത്തെ വാക്യത്തിൽ അവർ ഭക്ഷണം കഴിച്ചു എന്ന് നമുക്ക് കാണാം. If we go to chapter 28 and verse 20, 28-ന്റെ 20-ാം വാക്യം നോക്കുമ്പോൾ there is a vow that Jacob does. യാക്കോബ് എടുത്ത ഒരു പ്രോമിസ്, ഒരു ഉടമ്പടിയാണോ? ഉടമ്പടി. ഉടമ്പടിയല്ല. Vow. That word is there in that particular verse. നേർച്ച. Yeah, a നേർച്ച. So then Jacob made a vow saying, if God will be with me and keep me on this journey that I take, will give me food to eat and garments to wear, and I return to my father's house in safety, then the Lord will be my God. That's a നേർച്ച അല്ല, the vow. അവിടെ ഒരു നേർച്ച കഴിക്കുന്നത് കാണുന്നത്, യഹോവ എന്നോട് കൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരും എന്ന് പറയുന്നു. What I'm trying to say is that if you look at this, he has got plenty. He is offering food to his kinsmen. അവിടെ എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, താൻ അവിടെ പോയി തന്റെ സഹോദരങ്ങൾക്ക് കഴിക്കുവാൻ ഭക്ഷണം കൊടുത്തു. And he is on the way of return to his father's house. തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ്. I just wanted to bring in a point that he came empty-handed, and these are the few things that he asked of God, and is slowly getting fulfilled one after the other. താൻ വെറും കൈയോടെ അങ്ങോട്ട് പോയി ഓരോ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു, എന്നാൽ ദൈവം അതെല്ലാം കൊടുത്തുകൊണ്ട് വലിയ ഒരു കരത്തോടെ തിരികെ വരുന്നതായിട്ട് കാണാൻ. So then Laban departed and returned to his place. എന്നിട്ട് ലാബാൻ തിരികെ തന്റെ ദേശത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. Okay, then comes chapter 32. നീ 32-ാം അധ്യായത്തിലോട്ട് കടക്കാം. Chapter 32 is one of a big turning point that's happening in the life of Jacob. യാക്കോബിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആണ് 32-ാം അധ്യായം. Before that, I wanted to touch upon some of the spiritual lessons that we could learn from chapter 31 until that. 31-ാം അധ്യായത്തിലെ ചില ആത്മീയ പാഠങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. So we saw here, the enmity between, the enmity that had between the wives. ഭാര്യമാർ തമ്മിലുള്ള ആ ഒരു ശത്രുത നമുക്ക് കാണാൻ സാധിച്ചു. And that is why I was put this. But then I would like to take from the second point onwards. Pay attention to God's guidance. ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കുക. In 31 we see God saying, I'll be with you. 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദത്തം. Remember God's promises. ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ, ദൈവത്തിന്റെ ഉറപ്പ് ഓർത്തുകൊള്ളുക. Because we see he is always going back to what happened in the past. In the chapter 28, he keeps repeating and referring to that. 28-ാം അധ്യായങ്ങളിലൊക്കെ കാണുന്നത് ദൈവം കൂടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. So he's referring back to that God's promise. ദൈവത്തിന്റെ ആ ഒരു വാഗ്ദത്തത്തെ നമുക്ക് ആ അധ്യായങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നു. It's important for us in our Christian life, in our spiritual life, to remember
God's promises for us. നമ്മൾക്കും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് Then we സഹായിക്കും. see trust in God's provision. രണ്ടാമത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർക്കുക. It is not Laban who provides, but it's God who provides for you. ലാബാൻ അല്ല യാക്കോബിന് ഒന്നും കൊടുത്തത്, ദൈവമാണ് എല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തത്, It is so with us. അനുഗ്രഹങ്ങൾ കൊടുത്തത്. It is God who provides for us. ദൈവമാണ് നമ്മൾക്ക് നൽകുന്നത്. We need not trust the human. നമ്മൾ മനുഷ്യരെ അല്ല ആശ്രയിക്കേണ്ടത്. They would fail. They would fail. അവർ തെറ്റിപ്പോയേക്കാം, But God never fails. ദൈവം ഒരിക്കലും മാറിപ്പോകത്തില്ല. Another thing is work with integrity and diligence. അടുത്തത് സമഗ്രത്തോടെയും ഉത്സാഹത്തോടെയും കൂടി പ്രവർത്തിക്കുക. Jacob was the one who worked really hard on the task that has been entrusted to him, whatever said and done. എന്തൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഏറ്റവും സമഗ്രത്തോടെയും അതുപോലെ ഉത്സാഹത്തോടെയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ If the സാധിക്കും. responsibility that has been entrusted to us from the church or even in a secular world, we need to have, or we need to exhibit the working with integrity and diligence. നമ്മളും നമ്മളുടെ ചർച്ച ഏൽപ്പിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലായിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളൊക്കെ ഏറ്റവും വിശ്വസ്തയോടുകൂടിയും നിഷ്കളങ്കതയോടെ കൂടിയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. And depend on God's justice and his protection. പിന്നെ ദൈവത്തിന്റെ നീതിയിലും സംരക്ഷണത്തിലും ആശ്രയിക്കുക. Laban wanted to harm Jacob, ലാബാനെ യാക്കോബിനെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചു, but God intervened. എന്നാൽ ദൈവം ഇടവിൽ നിന്നു. And he said, you can't do that. നിനക്കത് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ദൈവം പറഞ്ഞു. And that is the reason why Laban, his hands are tied there. അവിടെ ലാബാന്റെ കൈ മുറുകിപ്പോയി. It is not because of our efforts, because of Jacob's smartness, but it's God who is protecting and God who is, is making a way for that. എന്നാൽ അത് യാക്കോബിന്റെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവം തന്നെ അവിടെ സംരക്ഷിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ The സാധിക്കും. last one is about be honest in your relationships. നിങ്ങളുടെ ബന്ധങ്ങളിലും സത്യസന്ധരായിരിക്കുക. What I am trying to put forward is Rachel stole something that of his father and hid from her own husband. എന്നാൽ നമ്മൾ റാഹേലിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ തന്റെ അപ്പനെ പറ്റിച്ചു തന്റെ ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. And we know what happened. Jacob had to say something which shouldn't have been said. ദൈവം യാക്കോബ് പറയാൻ പാടില്ലാത്ത കാര്യം പറയേണ്ടി വന്നു. That the person who took that will die. അത് എടുത്ത ആള് മരിക്കുമെന്ന് യാക്കോബ് പറഞ്ഞു. That would die, and that's a word that came from Jacob's son, because he never knew, he was in the dark. കാരണം യാക്കോബിന് അറിയത്തില്ലായിരുന്നു റാഹേലായിരുന്നു ഇത് എടുത്തതെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് തന്റെ വായിൽ നിന്ന് വരുവാനിടയായി. So that is why I was put in there as be honest in your relationships. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. And now we come to Jacob's fears. ഇനി നമ്മൾ യാക്കോബിന്റെ ഭയത്തെ കുറിച്ച് പറയാൻ. Let's read from verse 1 until 5. 31 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. അനന്തരം യാക്കോബ് ഏദോം നാടായ സെയീർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എന്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറയുവിൻ, നിന്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്തു, ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരുമുണ്ട്. നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിക്കുവാൻ ആളയക്കുന്നത്. When we read this chapter 32, 32 അധ്യായം വായിക്കുമ്പോൾ we'll come to know Jacob is trying to face the biggest fear in his life. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയത്തെ നേരിടാൻ പോവുകയാണ് യാക്കോബ്. Laban was actually nothing for him. ലാബാൻ ശരിക്കും തനിക്ക് ഒന്നുമല്ലായിരുന്നു ഈ ഭയം വെച്ച് നോക്കി. He knew that he would outsmart Laban. അവിടെ ലാബാന്റെ മുമ്പിൽ താൻ നല്ലൊരു മിടുക്കനാണ്. But here comes his real rival. ഇവിടെയാണ് തന്റെ ഏറ്റവും വലിയൊരു എതിരാളി വരുന്നത്. The person who knows his tricks. തന്റെ എല്ലാ കൗശലവും അറിയാവുന്ന ഒരു വ്യക്തി. The person who knows his trade. അവന്റെ കൈമാറ്റങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി. His own bloodline. അവന്റെ തന്നെ രക്തം. And he is fearing the most.
അദ്ദേഹത്തെയാണ് യാക്കോബ് ഏറ്റവും ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ But സാധിക്കും. before that, we see something is happening in verse 1 and 2. ഇവിടെ 1-2 വാക്യത്തിൽ അതിനു മുമ്പ് ഒരു സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. We see that when Jacob started journeying, we see the Jacob's route there when Jacob started journeying. അവിടെ നിങ്ങൾക്ക് ആ യാക്കോബിന്റെ വഴികളെ കാണാൻ സാധിക്കുന്നു. ഇവിടെ അവൻ തന്റെ വഴി യാത്ര പുറപ്പെട്ടപ്പോൾ The angels of God met him. ദൈവത്തിന്റെ ദൂതന്മാര് അവനെ എതിരേറ്റു വന്നു. Plurals, more than one. അവിടെ ബഹുവചനമാണ്, ഒന്നിലധികമുണ്ട്. So he said that Jacob said when he saw them, this is God's camp. ഇത് ദൈവത്തിന്റെ സ്ഥലമാണ് എന്ന് യാക്കോബ് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. So he named that place Mahanaim. അവിടെ മഹനീം എന്ന പേരും ആ സ്ഥലത്തിന് കൊടുത്തു. So there are two camps. One is God's camp, another one is Jacob's camp. അവിടെ രണ്ട് കൂടാരം കാണാം. ഒന്ന് യാക്കോബിന്റെയും മറ്റൊന്ന് ദൈവത്തിന്റെയും. And suddenly it abruptly stops there. You see that the writer, when he writes this, and in verse 1 and 2, and he suddenly stops that subject there abruptly. ഓക്കെ, 1-2 വാക്യം പുസ്തക ഗ്രന്ഥകർത്താവ് എഴുതിയതിനു ശേഷം അവിടെ പെട്ടെന്ന് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. So some of the writers, commentators have said it that it could be a reminder for Jacob that there's a continued presence of God and continued protection of God. ഇത് വളരെ വലിയവരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കമന്ററി ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കരുതൽ യാക്കോബിന്റെ കൂടെ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. Okay, so let's leave there. We'll come back to it a bit later. അത് അവിടെ വിടാം, നമുക്ക് ഇനി അതിലോട്ട് പിന്നെ തിരിച്ചു വരാം. Let's come from the verse 3 onwards. 3-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. Jacob is the old Jacob. യാക്കോബ് പഴയ യാക്കോബ് തന്നെയാണ്. He is now smartly planning and playing his cards. How will I go and face his biggest fear in my life? തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമായ ഏശാവിനെ എങ്ങനെ കണ്ടുമുട്ടും എന്നുള്ളതിനെ കുറിച്ച് താൻ പ്ലാൻ ചെയ്യുകയാണ്. So he's first sending a messenger, a spy. താൻ ആദ്യം ഒരു മെസ്സഞ്ചറിനെ അയക്കുന്നു, ദൂതനെ അയക്കുന്നു. And he is clearly instructing what to be said. എന്താണ് പറയേണ്ടത് എന്നും താൻ കറക്റ്റായിട്ട് ആ ദൂതിന് പറഞ്ഞു കൊടുക്കുന്നു. So Jacob is saying, see, you have to say that I've gone to Laban and I've stayed until now. That is, Jacob is staying until now. അവിടെ പോയി പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാള് ലാബാന്റെ കൂടെ ആയിരുന്നു. Verse 5. 5-ാം വാക്യം Very interesting. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. Yeah, I have oxen and donkeys and folks and male and female servants. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരുമുണ്ട്. So he's performing to Esau that, hey, you know what? I'm not coming after your wealth or property or anything. I have enough. ഏശാവിനോട് പറയാൻ പോകുന്നത്, എനിക്ക് ആവശ്യത്തിനധികം സമ്പത്തുകൾ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഞാൻ നിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി വരുന്നതല്ല എന്നുള്ള നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. And the carnal man of Jacob, being a trickster, he has the trick of trade. He's saying, following, and I have sent to tell my Lord. Come on. അവിടെ ഏറ്റവും കൗശലക്കാരനായ ഒരു വ്യക്തി പറയുകയാണ്, എന്റെ ദാസനായിരിക്കുന്നയാളെ കാണാൻ വരുന്നു എന്ന്. I have യജമാനൻ. to tell my Lord. എന്റെ യജമാനോട് കാണുവാൻ. The one who smartly took away his birthright. തന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത വ്യക്തി. The one who deceived his blessing. തന്റെ അനുഗ്രഹം വഞ്ചിച്ചെടുത്ത വ്യക്തി. Who always wanted to be on top of his brother. തന്റെ സഹോദരനേക്കാൾ എപ്പോഴും മുൻപിൽ നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തി. He's saying, see, I am not coming after your property. ഇപ്പോൾ പറയുകയാണ്, തന്റെ വസ്തുവകകൾക്ക് വേണ്ടിയല്ല ഞാൻ വരുന്നത്. And saying that, you should address him, my Lord. ഇവിടെ പറയുന്നത് യജമാനനെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണാം. That I may find favor in your sight. തന്റെ മുൻപിൽ എനിക്ക് കരുണ തോന്നേണ്ടതിന്. In Malayalam, we'll say sugipikya, അല്ലെങ്കിൽ soap ഇടാന്നൊക്കെ പറയില്ലേ. It's kind of that is the way that he's putting he's a man who knows very well to play with his words. വാക്കുകൾ കൊണ്ട് വളരെ നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന, ആളുകളെ വീഴ്ത്താൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. അത് സോപ്പിടുന്ന പോലെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ. Okay, let's read verse 6 until 8. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽക്കുവാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, പരവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു.
ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. Yeah, now what he feared the most is coming alive. താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് തന്റെ നേരെ വരികയാണ്. So the messenger went, said whatever it's been told to say, the messenger is coming back. ദൂതനെ അയച്ചു, ദൂതൻ പറയേണ്ടത് കാര്യങ്ങളെല്ലാം പറഞ്ഞു, തിരികെ വന്നു. So he's asking the messenger, okay, what's the news you have for me? എന്താണ് തനിക്ക് എന്നോട് പറയാനുള്ളത്? He's saying, Esau is coming. അത് ഒന്നുമില്ല, അവൻ വരുന്നുണ്ട്, Esau is coming to meet you. അവൻ നിന്നെ തിന്നാൻ വരുന്നു. And along with him, there are 400 men coming to meet you. അല്ല ഇരിക്കാൻ അല്ല, ഞാൻ കൊളോക്കിലായിട്ട് Along with him, there are 400 men who is coming to meet you. മീറ്റ് യു അല്ലേ? Ah. ഞാൻ അടുത്ത് കൊളോക്കിലായിട്ട് പറഞ്ഞു തന്നു. So അല്ല, 400 പേര് തന്നെ തിരഞ്ഞു വരുന്നു എന്ന് പറയുന്നു. now his reaction 7. അവിടെ തന്റെ പ്രതികരണം കാണുന്നു. Jacob was greatly afraid, യാക്കോബ് ഏറ്റവും ഭയപ്പെട്ടു, distressed. താൻ ഏറ്റവും വിഷമിച്ചു. Immediately he's planning something. ഉടനെ തന്നെ പ്ലാൻ ചെയ്യുകയാണ്. He's dividing the people. രണ്ടായിട്ട് തന്റെ കൂട്ടങ്ങളെ വിഭാഗിച്ചു. He immediately divided into 2 companies. രണ്ട് കമ്പനിയായിട്ട് വിഭാഗിച്ചു. He is preparing to brace himself for the attack. അറ്റാക്കിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. He's on attack mode. പ്രിപ്പയർ ചെയ്തു. Yeah. And what he's saying is that if Esau is coming and attack one company, the other company will survive. ഒരു കൂട്ടത്തെ യാക്കോബ് വന്ന് അല്ല ഏശാവ് വന്ന് ഉപദ്രവിച്ചാൽ മറ്റേ കൂട്ടത്തിന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു. One of the character that I wanted to point out of Jacob is he was not a very bold guy. ഇവിടെ യാക്കോബിനെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത്, താൻ വളരെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, സാമൃദ്ധിക്കാരനാണ്, ധൈര്യശാലിയല്ല. He is a trickster. He know the trick of the trade. But when it comes to certain things, we can see he's really an upright person inside. The inside man is really an upright person. താൻ ഭയങ്കര കൗശലക്കാരനാണ്, താൻ വളരെ കൈമാറ്റങ്ങളൊക്കെ ചെയ്യും കൗശലത്തോടെ. പക്ഷേ ജീവിതത്തിലോട്ട് വരുമ്പോൾ താൻ അത്ര വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല ഹൃദയത്തിൽ എന്ന് നമുക്ക് കാണാൻ. What do we do in our lives? Sorry. Power. So what do we do in our lives when we are afraid and distressed? നമ്മൾ ഏറ്റവും ഭയപ്പെട്ട് പേടിക്കുന്ന നിമിഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? What we will do? ദൈവമേ അല്ലേ? We only call to God. There is no other way. That is exactly what he does. ദൈവമേ എന്ന് വിളിക്കും, അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. So this is a prayer of Jacob from verse 9 until 12. Let's read verse 9 until 12. 9 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ യാക്കോബിന്റെ പ്രാർത്ഥനയെ നമ്മൾ കാണുന്നു. അതൊന്ന് വായിക്കാം. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകുക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. Yeah. So Jacob is realizing he is powerless. ഇവിടെ യാക്കോബ് മനസ്സിലാക്കിയാണ് താൻ ബലമില്ലാത്തവനാണ്. His schemes, his plans will not work. തന്റെ പദ്ധതികളൊന്നും ഇവിടെ ശരിയാവത്തില്ല എന്ന് യാക്കോബ് മനസ്സിലാക്കി. Verse 9 until 12 records the first prayer of Jacob. 9 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ യാക്കോബിന്റെ ആദ്യത്തെ പ്രാർത്ഥന നമുക്ക് കാണാൻ. And this is the longest prayer recorded in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതിലെ ഏറ്റവും നീളം കൂടിയ പ്രാർത്ഥന ഇതാണ്. And we see, O God of my father Abraham and God of my father Isaac. എന്റെ പിതാവായ അബ്രാഹാമിന്റെയും ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ. And then he says, who said to me, return to your country and to your relatives, I will prosper you. നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുക, ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്ന് പറഞ്ഞ ദൈവം. So here Jacob is rehearsing what God has promised him or what God has said to him. ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൂടി പറയുകയാണ് യാക്കോബ് ഇവിടെ. And then we see in verse 10, 10-ാം വാക്യം അതിനുശേഷം നമുക്ക് കാണാം. he calls out his unworthiness, plain and simple.
അവിടെ തന്റെ കുറ്റങ്ങളെല്ലാം തന്റെ അയോഗ്യതകളെയൊക്കെയും പറയുന്നതായിട്ട് കാണുന്നു. At the same time, he remembers God's loving kindness and his faithfulness. ദൈവത്തിന്റെ കരുണയും കൃപയും അവിടെ താൻ എടുത്തു പറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. He's saying that, see, in the bank of this same Jordan, I crossed only with my staff. ഒരു വടിയോട് കൂടി മാത്രമാണ് ഞാൻ ഈ യോർദാൻ കടന്നത്. Now I become two companies because he divided the group, right? ഇപ്പോൾ രണ്ട് കൂട്ടമായി തിരിഞ്ഞു, കാരണം പേടിച്ചിട്ട് വിഭാഗിച്ചല്ലോ. And from verse 11, a prayer, a sincere prayer for deliverance from God. 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു യാക്കോബിനെ കാണാൻ സാധിക്കും. His supplication. താൻ മനസ്സു തുറന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. He's praying that, deliver me from the hands of Esau. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കും. I fear him, for he would attack me. എന്നെ ഉപദ്രവിക്കും എന്നോർത്ത് ഞാൻ പേടിക്കുന്നു. The mothers, the children. എന്റെ മക്കളെയും അവരുടെ തള്ളമാരെയും ഉപദ്രവിക്കുമെന്ന് പേടിച്ചു. He has a huge stake here. ഇവിടെ നഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. Yeah, because all that is earned in the past 20 years is at stake. ഇവിടെ താൻ 20 വർഷമായി താൻ കഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. Again he closes with a remembrance of God's promise to him. എന്നാൽ അവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആ ഒരു ഉടമ്പടിയെ വെച്ചുകൊണ്ടാണ്. And also a promise that was given to Abraham after he passed the test of sacrificing his son. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്നതിൽ വിജയിച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹത്തെയും കൂടി ഇവിടെ ഓർപ്പിക്കുകയാണ്. That is his father's. അത് തന്റെ പിതാവായിരിക്കുന്ന ആളാണ്. Isaac, that is father Isaac. So he says, I will, for you said, I will surely prosper you and make your descendants as the sand of the sea, which is too great to be numbered. 12-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്നും അരുളി ചെയ്തുവല്ലോ എന്ന് പറയുന്നു. So after the prayer, he submitted to God. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെത്താൻ ദൈവത്തിന് ഭരമേൽപ്പിച്ചു. He is submitting his anxiety and everything to God. തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവത്തിന് മേലെ ഏൽപ്പിച്ചു. I would say the carnal man of Jacob again going back to how he can plan himself to face Esau. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ പിന്നെ യാക്കോബ് തന്നെ പ്ലാൻ ചെയ്യും. He's planning himself how he's going to prepare to face Esau. Okay. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏശാവിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് താൻ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. Okay, can we quickly read verse 13 until 21? It's a long subject that we'll take it together. 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാവോ? പെട്ടെന്ന് വായിക്കാം, കുറെ ഉണ്ട്. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു. തന്റെ പക്കലുള്ളതിൽ തന്റെ സഹോദരനായ ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകോറ്റിനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടുകോറ്റിനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതിയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തന്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവിൻ എന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവനോട് അവൻ, എൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ കണ്ട്, നീ ആരുടെ ആൾ, എവിടെ പോകുന്നു, നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ അടിയൻ യാക്കോബിന്റെ വക ആകുന്നു, ഇത് യജമാനനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം, അതാ അവനും പിന്നാലെ വരുന്നു എന്ന് പറയണം എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവനോടും മൂന്നാമത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരോടും നിങ്ങൾ ഏശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറയുവിൻ, അതാ നിന്റെ അടിയൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറയുവിൻ എന്നവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം, പക്ഷെ അവൻ എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മാനം അവന്റെ മുമ്പായി പോയി. അവനോ അന്ന് രാത്രി കൂട്ടത്തോടു കൂടെ പാർത്തു. Yeah, we'll take this together and close it. So he is doing a mega plan now, the ultimate plan, Jacob's plan. യാക്കോബ് ഇവിടെ വലിയൊരു പദ്ധതി തയ്യാറാക്കുകയാണ്, തന്റെ ഏറ്റവും വലിയ പദ്ധതി. It is not God's plan, it's Jacob's plan. ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല, യാക്കോബിന്റെ പദ്ധതി. The smart Jacob, മിടുക്കനായ യാക്കോബ്. So he's collecting his servants and he's taking 550 animals in total as a lavish gift for his brother Esau. 550 കൂട്ടങ്ങളെ എണ്ണി എടുത്തിട്ട് യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിന് സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. I would say that Jacob is a pure strategist. You should learn strategy from Jacob.
Yes. സ്ട്രാറ്റജി Yeah. യാക്കോബ് വളരെ സ്ട്രാറ്റജി ഉള്ള വ്യക്തിയാണ്, Yeah, he's a strategist. തന്ത്രശാലിയാണ്. So what he does, 550 animals. 550 മൃഗങ്ങൾ. He's dividing them into 3. ആ 550-നെ 3 വിഭാഗിക്കുന്നു. And after dividing the 3, he is appointing servants for each of these droves, these 3 groups. ഈ 3 കൂട്ടങ്ങൾക്കും ഓരോ ദാസന്മാരെ വെക്കുന്നതായിട്ട് കാണുന്നു. So the first group goes ആദ്യത്തെ ഗ്രൂപ്പ് ആദ്യം പോകും along with the servants, അവരുടെ ദാസന്മാരുമായിട്ട്. and then there is a big gap. അതിന്റെ ഇടയ്ക്ക് വളരെ ഒരു അകൽച്ചയുണ്ട്. And then the second drove goes അതിന്റെ പുറകെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് രണ്ടാമത്തെ കൂട്ടം with പോകും. the servants and the animals would go. അതിന്റെ ദാസന്മാരും മൃഗങ്ങളും കൂടെ പോകും. And then comes the third drove of animals and with the along the people who's shepherding those. അതിനുശേഷം ബാക്കി ദാസന്മാരും ബാക്കിയുള്ള മൃഗങ്ങളും അവസാനം പോകും. And then he is specifically instructing to each of the shepherds who's managing each of these droves with one thing. താൻ അതിന്റെ കൂടെ വിടുന്ന ആട്ടിടയന്മാരോടും അവിടുത്തെ ദാസന്മാരോടും ഒക്കെ ഒരേ കാര്യം തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. See that he's prompting what Esau would ask. That's what he's actually telling. He's prompting what Esau would ask them. ഏശാവ് അവരോട് എന്ത് ചോദിക്കും എന്നുള്ളതും കൂടെ യാക്കോബ് പറയുന്നു. So he says, see, when my brother meets you and asks you, you should say this. എന്റെ സഹോദരൻ ഏശാവ് നിങ്ങളോട് ചോദിച്ചാൽ ഇങ്ങനെ പറയുക എന്നും പറഞ്ഞാണ് പറയുന്നത്. These belong to your servant. See the word being used. These belong to your servant Jacob. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവര് പറയേണ്ട മറുപടി എന്ന് വെച്ചാൽ ഇത് നിന്റെ ദാസനായിരിക്കുന്ന യാക്കോബിന്റെ എന്നാണ്. ദാസൻ എന്നുള്ള വാക്കാണ് It ഉപയോഗിക്കുന്നത്. is a present to my Lord Esau. അവന്റെ യജമാനനായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ യജമാനനായിരിക്കുന്ന ഏശാവിന് കൊടുക്കുവാൻ വേണ്ടി തന്റെ ദാസൻ നൽകിയിരിക്കുന്നത് എന്ന് പറയാൻ പറഞ്ഞു. And behold, he is behind us. Your slave is behind us. അതുപോലെ ഞങ്ങളെ യാക്കോബ് പുറകെ വരുന്നുമുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. So essentially what Jacob is trying to do is, ഇവിടെ ശരിക്കും യാക്കോബ് ചെയ്യാൻ നോക്കിയത്, so Esau is coming with 400 men 400 ദാസന്മാരുമായിട്ട് ഏശാവ് വരുന്നു to attack Jacob. That's what he's imagining. യാക്കോബിനെ ഉപദ്രവിക്കുവാൻ വേണ്ടി അവരിങ്ങനെ കടന്നു വരികയാണ്. So the first drove comes of animals coming in. ആദ്യത്തെ കൂട്ടമായിട്ടുള്ള മൃഗങ്ങൾ പോകുന്നു. He's asking, who are you guys? Why you traveling this path? നിങ്ങൾ എന്താണ് ഇവിടെ, നിങ്ങൾ ആരാണ്, ഈ വഴി എന്താണ് പോകുന്നതെന്ന് ഏശാവ് the ചോദിക്കും. presents from your servant Jacob. ഇതാ നിന്റെ ദാസനായിരിക്കുന്ന യാക്കോബ് നിനക്ക് തരുവാൻ വെച്ചിരിക്കുന്ന സമ്മാനങ്ങളാണ് എന്ന് പറഞ്ഞു. To his lord Esau. തന്റെ യജമാനനായിരിക്കുന്ന ഏശാവിന്. So Jacob is thinking, കുറച്ച് കൂളാവും. That's what he's intending to do. യാക്കോബ് വിചാരിച്ചത് അങ്ങനെ പലതവണയായിട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തണുക്കും. The second row comes repeated. രണ്ടാമത്തെ കൂട്ടവും വന്നിട്ട് അതേ കാര്യം പറയുന്നു. Then he is little bit cooling down. കുറച്ചുകൂടെ തണുക്കും. And the third row comes in. മൂന്നാമത്തെ ചെല്ലും. Wow, such a lavish gift from my servant Jacob. എത്ര വലിയ സമ്മാനമാണ് എന്റെ ദാസനായിരിക്കുന്ന യാക്കോബിൽ നിന്ന് ലഭിക്കുന്നത്. When he comes to Jacob, എന്നിട്ട് യാക്കോബ് വരും. when he comes, he says, maybe he will not attack me and I will find a favor in his sight. എന്നിട്ട് യാക്കോബ് പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഏശാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവൻ എന്നെ ഉപദ്രവിക്കാതെ വിടും. That's why I said he is a strategist. അതുകൊണ്ടാണ് അവൻ ഒരു വലിയ സ്ട്രാറ്റജി. After all this is at last will be me and I will see his face and I expect that his anger would be appeased. എല്ലാം കഴിഞ്ഞ് 3 കൂട്ടത്തെയും വിട്ട് കഴിഞ്ഞ് അവസാനം അവൻ എന്റെ മുഖം കാണുമ്പോൾ എന്നോട് കരുണ തോന്നിയേക്കാം. You know, when all this are happening, the whole series of these actions, his planning, his strategy, you know, when it is happening? ഇത് ഈ ഒരു ഐഡിയയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? Night. രാത്രിയിൽ. Jacob is having a restless night. താൻ ഉറക്കമില്ലാത്ത ഒരു രാത്രിയിലൂടെ, he is having a sleepless night. ഒരു ഉറക്കമില്ലാത്ത രാത്രിയിലൂടെ കടന്നു. His fear is haunting him. അവന്റെ ഭയം അവനെ പേടിപ്പിക്കുന്നു. And we'll just finish 2 verses and complete it there here. ആ 2 വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. Verse 22 and 23. 22, 23. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. Yeah, see, you can see it's all happening at night.
You see the starting of the verse 13, night. The ending of the verse 21, night. The starting of the verse 22, night. It's all happening at night. So he arose the same night, took his wives, his maid, his 11 children, including his daughter, and crossed the ford of the Jabbok. You can see here the Jabbok, and he's crossing that. He's making them to cross it. ഓക്കെ, 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എപ്പോഴാണ് ഇത് തുടങ്ങിയത്? രാത്രിയിൽ. 22-ാം വാക്യത്തിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതും അതും രാത്രിയിൽ. ആ 22-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാക്കോബ് കടവ് കടന്നു. അത് യബ്ബോക്ക് കടവ് കടന്നു. അതാണ് ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. Yeah, and we see that. And whatever left of his property, whatever he has left of after gifting Esau, his brother, lavishly, he's making and protecting that also, he's making it cross. എന്നാൽ താൻ എന്തൊക്കെ യേശാവിന് കൊടുത്ത് ശേഷിച്ചതായിട്ടുള്ള സാധനങ്ങൾ, വസ്തുക്കൾ അല്ലെങ്കിൽ ആ കൂട്ടങ്ങളെയൊക്കെയും ഈ കടവ് കടത്തിയിടുന്നതായിട്ട് നമുക്ക് കാണാൻ It's സാധിക്കും. all happening at night. It's a very long night, sleepless night, and restless night in the life of Yaqub. ഇതെല്ലാം നടക്കുന്നത് രാത്രിയിലാണ്. ഉറക്കമില്ലാത്ത, ഏറ്റവും പേടിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഒരു രാത്രിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. And this night is not ended yet, and there's going to be another big event that's going to happen in this night for Jacob. എന്നാൽ ഈ രാത്രി അവിടെയും തീർന്നില്ല. ഇനിയും ഈ രാത്രിയിൽ ഒരു വലിയ കാര്യം കൂടെ യാക്കോബിന്റെ ജീവിതത്തിൽ നടക്കാനുണ്ട്. God willing, we will read about it in the coming week. ദൈവഹിതമായാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. Let this word continue to speak to us and be a better Christian in our daily lives. നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും ഇനിയും വളർത്തുവാൻ ദൈവം സഹായിക്കട്ടെ. Let his name alone be glorified. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.